ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ കൊല്ലം ബൈപ്പാസിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് മുറുകുകയാണ്. സംസ്ഥാന സർക്കാർ ഉദ്ഘാടനം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് എന്ന ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് NK പ്രേമചന്ദ്രൻ MP. പ്രേമചന്ദ്രൻ ഇടപെട്ടാണ് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നതെന്നാണ് CPM ആരോപിക്കുന്നത്. അതേസമയം നരേന്ദ്രമോദിയെ കൊണ്ടുവന്നുള്ള ഉദ്ഘാടനം ഒരു അവസരമാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ ബൈപ്പാസിന്റെ ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചതിനെ ചൊല്ലിയായിരുന്നു ആദ്യ തർക്കം. പിന്നീട് റോഡിന്റെ പിതൃത്വത്തെ പറ്റിയായി. പ്രധാനമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നായിരുന്നു അടുത്ത തർക്കം. ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടുള്ള മൂന്ന് മുന്നണികളുടെയും തമ്മിലടിക്കൊടുവിൽ ജനുവരി 15-ന് പ്രധാനമന്ത്രി റോഡ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡൽഹിയിൽ നിന്ന് അറിയിപ്പ് വന്നു. BJP ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണ് പ്രധാനമന്ത്രി എത്തുന്നതെങ്കിലും ഇതിന് പിന്നിൽ NK പ്രേമചന്ദ്രനായിരുന്നുവെന്നാണ് CPMന്റെ ആരോപണം. പ്രേമചന്ദ്രനെതിരെ നവമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പ്രചാരണമാണ് CPM നടത്തുന്നത്. ആശ്രാമ മൈതാനിയിലായിരിക്കും ബൈപ്പാസ് ഉദ്ഘാടന വേദി. ബൈപ്പാസ് ആരംഭിക്കുന്ന കാവനാട് ആൾത്തറമൂട്ടിൽ തത്സമയം ചടങ്ങുകൾ കാണാനുള്ള സൗകര്യം ഒരുക്കും. തുടർന്ന് BJPയുടെ കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പീരങ്കി മൈതാനിയിൽ NDAയുടെ മഹാസമ്മേളനത്തിലും മോദി സംസാരിക്കും. കൊല്ലം, മാവേലിക്കര, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് 1 ലക്ഷം പ്രവർത്തകർ സമ്മേളനത്തിലെത്തും എന്നാണ് BJPയുടെ അവകാശവാദം. ഇതിനിടയിൽ രാമൻകുളങ്ങരയിൽ നിർമ്മാണം പൂർത്തിയായ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രിയെ കൊണ്ട് നിർവഹിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിക്കായി വേദികളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ബൈപ്പാസ് ഉദ്ഘാടനത്തിനായി ആശ്രാമം മൈതാനത്തും BJP റാലിക്കായി പീരങ്കി മൈതാനത്തുമാണ് വേദികൾ. പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ സംഘം ശനിയാഴ്ച 2 സ്ഥലങ്ങളും സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ചൊവ്വാഴ്ച 5:15-ന് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി കൊല്ലത്ത് എത്തുക. ഇതിനു മുന്നോടിയായി ഹെലികോപ്റ്റർ ആശ്രാമ മൈതാനിയിലെ ഹെലിപാഡിൽ ഇറക്കി ഇന്ന് ട്രയൽ നടത്തും. തിങ്കളാഴ്ച 2-ന് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ ട്രയൽ റൺ നഗരത്തിൽ നടത്തും. ചൊവ്വാഴ്ച 5:30-ന് ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് കന്റോൺമെന്റ് മൈതാനിയിലെ BJP സമ്മേളന വേദിയിൽ എത്തുക. ആശ്രാമം മൈതാനിയിൽ നിന്ന് റെസിഡൻസി റോഡ്, ചിന്നക്കട റെയിൽവേ മേൽപ്പാലം, റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ വഴി AR ക്യാമ്പിന് മുകളിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മൈതാനിയിൽ പ്രവേശിക്കുക. ഈ പാതയിലാണ് ട്രയൽ റൺ നടത്തുന്നത്. ബൈപ്പാസ് ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ജസ്റ്റിസ് P സദാശിവം എന്നിവരും ഉണ്ടാകും. ആശ്രാമ മൈതാനിയിൽ ഉദ്ഘാടനം നടക്കുമ്പോൾ കാവനാട് ആൾത്തറമൂട്ടിൽ വലിയ LED സ്ക്രീനിൽ ദൃശ്യങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കും. ആശ്രാമ മൈതാനത്ത് ബൈപ്പാസ് ഉദ്ഘാടനത്തിനായി എത്ര പേർ എത്തുമെന്ന് ഉറപ്പിക്കാൻ ഇതുവരെയും ആയിട്ടില്ല. ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ശേഷം വൈകിട്ട് 6 മണിക്ക് പ്രധാനമന്ത്രി BJP സമ്മേളന നഗരിയിലെത്തും. 6:10-ന് പ്രസംഗം ആരംഭിക്കും. സമ്മേളനത്തിന് ശേഷം 7-ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.